സ്റ്റാൻഡ് അട്ടിയാൽ ബസർ അടിക്കും. വണ്ടി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ലോക്കായി ഈ വണ്ടി നമുക്ക് എടുക്കാൻ പറ്റില്ല, നീക്കാൻ പറ്റില്ല. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ഈ ഓടിച്ചു വന്നുകൊണ്ടിരിക്കുന്ന വാഹനം ഉണ്ടല്ലോ, ഇത് ഒരു കൊച്ചു മിടുക്കൻ ഉണ്ടാക്കിയതാണ്. ഈ വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് മുഴുവൻ സ്ക്രാപ്പ് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അതായത് നമ്മളെ ഹബ്ബ് മോട്ടർ ഒഴിക്കുക. അപ്പോൾ ഈ മിടുക്കൻ എന്ത് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ബൈക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ആ മിടുക്കിനെ കുറിച്ചാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മളെ മിടുക്കനായ അർഫാൻ ഇതവിടെ ഉണ്ട്. അർഫാനെ, എന്തൊക്കെ വിശേഷങ്ങൾ? സുഖമാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടാക്കണമെന്ന് എപ്പോഴാണ് നമുക്ക് ഒരു ആഗ്രഹം തോന്നിയേ? വണ്ടി ഉണ്ടാക്കണം, ഞാൻ യൂട്യൂബിൽ കുറെ കാണലുണ്ട്, വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ ഒരു ആഗ്രഹം തോന്നി. അപ്പോൾ കുറച്ച് പൈസ ഇതിൻ്റെ ഒക്കെ ഉണ്ടാകും, കൂട്ടിച്ചിട്ട് പിന്നെ മാമന് പകുതി തന്ന് അങ്ങനെ കൂട്ടിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. എന്താണ് ഈ വണ്ടിക്കുള്ള പ്രത്യേകത? വണ്ടിക്കുള്ള പ്രത്യേകത, ഇതിന് ലൈറ്റ് ഉണ്ട്, അതുപോലെ ഈ 25 കിലോമീറ്റർ ഇത് സഞ്ചരിക്കും. പിന്നെ ബാറ്ററി ഉണ്ട്, ബ്രേക്കർ ഉണ്ട്. ഈ ഒരു ബ്രേക്കർ വണ്ടിയുടെ മുഴുവനുള്ള ബ്രേക്കറാണ്. അതായത് വണ്ടിയുടെ മുഴുവൻ കറണ്ട് പാസ് ചെയ്യുന്നത് അതിലാണ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഇത് ലൈറ്റിനുള്ള ബ്രേക്കർ. അതെന്തിനാണ് ഈ ഓരോന്നിനും ബ്രേക്കർ വെച്ചിരിക്കുന്നത്? ഓരോന്ന് ചിലപ്പോൾ ഇപ്പൊ ലൈറ്റിന് എല്ലാ വയറ് ഷോർട്ട് ആയില്ലെങ്കിൽ ആ ബ്രേക്കർ പോകും. ബാറ്ററിക്കും സിസ്റ്റത്തിനൊന്നും കത്തിലുണ്ടാവില്ല. അവിടെ അടുത്ത് തന്നെ വേറെ 3 പ്ലഗ് കാണുന്നുണ്ടല്ലോ, അതെന്തിനാ ഉപയോഗിക്കുന്നത്? അത് ചാർജ് തന്നെ ഉപയോഗിക്കണേ. ചാർജിന് എത്ര മണിക്കൂർ ചാർജ് ചെയ്യണം നമ്മളത്? ഒരു 6 മണിക്കൂർ ചാർജ്. വേറെ എന്തൊക്കെയാണ് ഈ വണ്ടിക്ക് പ്രത്യേകത ഉള്ളത്? വേറെ ലോക്ക് സിസ്റ്റം ഉണ്ട്. ലോക്ക് സിസ്റ്റോ? അതെന്താണ് പ്രത്യേകത? ഇതിപ്പോ വണ്ടി ഇപ്പൊ ആരെങ്കിലും വന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അലാറം അടിക്കും, അതുപോലെ വണ്ടി നീങ്ങൂല. അതെങ്ങനെ ഒന്ന് കാണിച്ചു തന്നെ നമുക്ക്? ഇപ്പൊ വണ്ടി ലോക്കായി. ഈ വണ്ടി ഇതാ ഇവിടെ നിന്ന് എടുത്ത് സ്റ്റാൻഡ് അട്ടിയാൽ ബസർ അടിക്കും. ബസർ അടിച്ചുകൊണ്ടിരിക്കും, അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അടിക്കും. വണ്ടി എടുത്തുകൊണ്ടിരിക്കുമ്പോ ലോക്കായി ഈ വണ്ടി നമുക്ക് എടുക്കാൻ പറ്റില്ല, നീക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്പോ നമ്മൾ ലോക്ക് ഓഫ് ചെയ്തു. അപ്പൊ നമ്മൾ ലോക്ക് ഓഫ് ചെയ്താൽ മാത്രമേ പിന്നെ ശബ്ദം നീക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നീക്കാൻ പറ്റുമോ വണ്ടി? ഇപ്പൊ നീക്കാം. ഇപ്പൊ എവിടെ വേണമെങ്കിൽ നമുക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകാം അല്ലേ? ആഹാ, അത് നല്ലൊരു ഫീച്ചറാണല്ലോ. ഇതെന്താ ഇങ്ങനെ ഒരു ലോക്ക് വെക്കണം തോന്നി? അത്യാവശ്യം സ്ഥലത്ത് വെച്ചെങ്കിൽ അവിടെ പാർക്കിംഗ് വെച്ച് ആരെങ്കിലും വന്ന് എടുത്തോണ്ട് വെച്ചെങ്കിൽ ബസർ അടിക്കും. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടാക്കി, ഇനി അടുത്തത് എന്തുണ്ടാക്കണം എന്നാണ്? അടുത്ത റോബോട്ട് ഉണ്ടാക്കണം. റോബോട്ടോ? അതെന്തിനാ റോബോട്ട് ഉണ്ടാക്കണേ? നമ്മളെ വീട്ടിലെ ആൾക്കാരെ സഹായിക്കാൻ, മനുഷ്യന്മാരെ സഹായിക്കാനൊക്കെ ഉപയോഗിക്കും. അങ്ങനെ റോബോട്ട് ഉണ്ടാക്കുമ്പോൾ കുറെ കാശ് ചെലവ് വരില്ലേ? അതൊക്കെ എങ്ങനെ കണ്ടെത്തിപ്പോ? അപ്പോൾ ഞാൻ പൈസ കൂട്ടിച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ അർഫാന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്ത്, ഇങ്ങനെ ഒരു വാഹനം ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ അതുണ്ടാക്കി. ഇനി അടുത്തത് റോബോട്ട് ഉണ്ടാക്കണം എന്നാണ്. അതായത് നമ്മളെ വീട്ടിലുള്ളവരൊക്കെ സഹായിക്കുന്ന ഒരു തരം റോബോട്ട് ഉണ്ടാക്കണം എന്നാണ്. അപ്പോൾ അതിന് കുറേ ചിലവൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അർഫാന് കണ്ടെത്താൻ പറ്റട്ടെ. അപ്പോൾ ഇവരെ പോലുള്ളവരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നമ്മളെ സുഹൃത്തുക്കൾ പരമാവധി ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള മറ്റൊരു വ്യക്തിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.